ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇടപെടാൻ കഴിയില്ലെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറയുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് നീങ്ങില്ല എന്നാണ് തങ്ങൾ കരുതുന്നതെന്നും അമേരിക്കയുടെ പ്രതികരണം വന്നിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് KR ഗോപികൃഷ്ണനും മധു കൊട്ടാരക്കരയും തത്സമയം ചേരുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് തന്നെ KR ഗോപികൃഷ്ണനെ 3-4 ദിവസങ്ങളായിട്ട് അന്വേഷിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു ഗോപികൃഷ്ണൻ ഒരു അമേരിക്കൻ പര്യടനത്തിലാണ്. ഇപ്പോൾ മധു കൊട്ടാരക്കരയ്ക്കൊപ്പം അമേരിക്കയിൽ KR ഗോപികൃഷ്ണനുണ്ട്. അവർ രണ്ടുപേരും സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്കൊപ്പം ഒന്നിച്ച് ചേരുകയാണ്. ആദ്യം ഗോപികൃഷ്ണനിലേക്ക്. ഗോപികൃഷ്ണൻ, അമേരിക്കയിലെ പ്രതികരണം തീർച്ചയായിട്ടും ഇന്ത്യ എടുക്കുന്ന തീവ്രവാദ വിരുദ്ധ നിലപാടുകൾക്ക് അനുകൂലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. മാത്രമല്ല വൈസ് പ്രസിഡന്റേതായ ഒരു വാർത്തയും വന്നു. ആയുധം താഴെ വയ്ക്കാൻ ഇന്ത്യയോട് ആവശ്യപ്പെടാൻ കഴിയില്ല എന്നാണ് അമേരിക്കൻ ഉപരാഷ്ട്രപതി പറഞ്ഞിരിക്കുന്നത്. വിവരങ്ങൾ. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിരൂക്ഷമായ സങ്കീർണമായ ഒരു ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ അമേരിക്ക എന്ത് നിലപാട് സ്വീകരിക്കും എന്നത് വളരെ ആകാംക്ഷ നിറഞ്ഞ ഒരു ചോദ്യമായിരുന്നു. ആ ചോദ്യത്തിന് ഇന്നൊരു ഉത്തരമായിരിക്കുന്നു. 2 പ്രതികരണങ്ങൾ ആണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമേരിക്ക ഈ വിഷയത്തിൽ ഒരു ദ്വിമുഖ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, അമേരിക്ക ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ നേരിട്ട് ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന സൂചന ഇന്ന് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അമേരിക്കയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ നടക്കുന്ന ഒരു സംഭവം അല്ലാത്തത് കൊണ്ട് തന്നെ യുദ്ധത്തിൽ ഏതെങ്കിലും തരത്തിൽ പക്ഷം പിടിക്കാനോ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കാനോ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല എന്ന സുവ്യക്തമായ ഒരു പ്രതികരണം ഇന്ന് JD വാൻസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ അമേരിക്കയുടെ ഒരു പ്രഖ്യാപിത നയവും നിലപാടുമാണ് ലോകത്ത് എവിടെയാണെങ്കിലും ഭീകരപ്രവർത്തനങ്ങൾ ഉണ്ടാവുകയും ഭീകരപ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുകയോ ഭീകരപ്രവർത്തനത്തിന് തണലൊരുക്കുകയോ ചെയ്യുന്ന സമീപനം ഏത് രാജ്യം സ്വീകരിച്ചാലും അവിടങ്ങളിലേക്ക് എല്ലാ തരത്തിലുള്ള മറ്റ് നയതന്ത്ര സീമകളും മാറ്റിക്കൊണ്ട് അമേരിക്ക ഇടപെടും എന്നത് അമേരിക്കയുടെ ഒരു രാജ്യാന്തര നയമാണ്. അതൊരു നിലപാടാണ്. ഇത് എല്ലാ കാലത്തും അമേരിക്ക ഉയർത്തിപ്പിടിച്ചിട്ടുള്ളതാണ്. അതിന്റെ ഭാഗമായി ഏതെങ്കിലും തരത്തിൽ ഭീകരപ്രവർത്തനത്തിന് പാകിസ്ഥാൻ പിന്തുണ നൽകുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു സമീപനമായിരിക്കും അമേരിക്ക സ്വീകരിക്കുക എന്നത് വ്യക്തമാക്കുന്നതാണ് JD വാൻസിന്റെ ഇന്നത്തെ പ്രതികരണം. അത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി നടക്കുന്ന പാകിസ്ഥാനെതിരായ നീക്കത്തിന് ശക്തി പകരുന്നതാണ്. ധാർമ്മികമായ അമേരിക്കയുടെ പിന്തുണ ഇന്ത്യക്ക് ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. JD വാൻസിന്റെ പ്രതികരണം സംബന്ധിച്ച് വിവരങ്ങൾ മധു കൊട്ടാരക്കര നൽകും. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി റൂബിയോ മാർക്കോ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം രണ്ടുപേരുമായി, അതായത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി ജയശങ്കറുമായും അതോടൊപ്പം തന്നെ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായും അദ്ദേഹം സംസാരിച്ചു. ഇതിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഭീകരവാദികളെയോ ഭീകരപ്രവർത്തനത്തെയോ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായി തള്ളിക്കളയുമെന്നതാണ്. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വിദേശകാര്യമന്ത്രി പ്രതികരിച്ചതും വിശദീകരിച്ചതും ഇന്ത്യയിൽ തുടർച്ചയായ പ്രകോപനം പാകിസ്ഥാൻ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ അതിന് അളന്നു മുറിച്ചുള്ള മറുപടിയാണ് ഇന്ത്യ നൽകുന്നത്. ഈ നിലപാട് അടിവരയിട്ടുകൊണ്ട് അമേരിക്കയെ ബോധ്യപ്പെടുത്താൻ ഈ സംഭാഷണത്തിൽ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് വിദേശകാര്യമന്ത്രി ജയശങ്കർ എക്സിൽ കുറിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്ന നിലപാട്, അമേരിക്കയുടെ സമീപനം, ഇത് ഭീകരവിരുദ്ധ ഇന്ത്യയുടെ പോരാട്ടത്തിന് നൽകുന്ന ധാർമ്മികമായ പിന്തുണയായിട്ടാണ് ഇന്ത്യ മനസ്സിലാക്കുന്നത്. അത് ഔദ്യോഗികമായി തന്നെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഭീകരവാദത്തെയോ ഭീകര സംഘടനകളെയോ പിന്തുണയ്ക്കുന്ന ഒരു നിലപാടുണ്ടെങ്കിൽ അതിനെ ശക്തമായി പാകിസ്ഥാന് താക്കീത് ചെയ്യുന്ന ഒരു സമീപനവും നിലപാടുമാണ് അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യക്ഷമായി യുദ്ധത്തിൽ പക്ഷം പിടിക്കാനോ അതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കാനോ അമേരിക്ക നിലവിൽ ആഗ്രഹിക്കുന്നില്ല എന്ന് അറിയിക്കുമ്പോൾ തന്നെ ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനെ പിന്തുണയ്ക്കുന്ന പാക് ഭരണകൂടത്തിനെതിരെയായിരിക്കും തങ്ങളുടെ നിലപാട് എന്ന് പരോക്ഷമായി അമേരിക്ക സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാൻ നടത്തുന്ന പ്രകോപനത്തിന് ഇന്ത്യ നൽകുന്ന മറുപടിക്ക് അമേരിക്കയുടെ ധാർമ്മികമായ പിന്തുണയുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി മധു കൊട്ടാരക്കര കൂടി നമുക്കൊപ്പം ചേരുകയാണ്. മധു, അമേരിക്കയിലെ പൊതുവെയുള്ള പബ്ലിക് ഒപ്പീനിയൻ പാകിസ്ഥാന് എതിരെയുള്ള നിലപാടാണെന്ന് നമുക്കറിയാം. മാത്രമല്ല തീവ്രവാദികൾക്ക് കുടപിടിക്കുകയും അവർക്ക് ആളും അർത്ഥവും നൽകി സഹായിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നയവും വിദേശ നയവും തന്നെയാണ് പാകിസ്ഥാൻ സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല ഇന്ത്യയുടെ സമാധാനം കെടുത്താനുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെല്ലാം കുടപിടിച്ച ചരിത്രം അവർക്കുണ്ട്. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നത് ഈ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ തന്നെയാണ് പഹൽഗാമിൽ ആക്രമണം ഉണ്ടായതും 26 നിരപരാധികൾ കൊല്ലപ്പെട്ടതും. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ചതുപോലെ അമേരിക്കയിലെ പിന്നെ ഒരു പൊതുവികാരം, ജനങ്ങളുടെ വികാരം ഭീകരവാദത്തിന് എതിരെ തന്നെയാണ്. തന്നെയുമല്ല, ഈ ഭീകരർ ആക്രമിച്ചതിന്റെ ഈ മറക്കാത്ത ഓർമ്മകൾ അമേരിക്കയ്ക്ക് ഇപ്പോഴും ഉണ്ട്. 9/11 പോലെയുണ്ട്. അത് തന്നെയുമല്ല, ഇന്ത്യയുമായി അമേരിക്ക അടുക്കുന്നത് അവർ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടും ഇരിക്കുകയാണ്. അത് ഡൊണാൾഡ് ട്രംപിന്റെ കാലത്തായാലും പിന്നീട് വന്ന ജോ ബൈഡന്റെ കാലത്തായാലും നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്റ്റേറ്റ് ഡിന്നർ നൽകി ആദരിക്കുക
സമ്മതിക്കുക വരെ ചെയ്ത ഒരു പ്രസിഡന്റ് ആയിരുന്നു ജോ ബൈഡൻ. പിന്നീട് ട്രംപ് വന്നപ്പോഴും അതേ രീതിയിലാണ് പോയിരിക്കുന്നത്. എന്നാൽ ഈ ഒരു വിഷയത്തിൽ വളരെ കരുതലോടെ വളരെ സൂക്ഷ്മതയോടെ ആണ് അമേരിക്ക നീങ്ങുന്നത്. അമേരിക്കയ്ക്ക് ഇതൊരു പ്രാദേശിക സംഘർഷമായിട്ട് ഒതുക്കി നിർത്തുന്നതായിട്ട് കാണുന്നതിലാണ് താല്പര്യം. എന്നിരുന്നാൽ തന്നെ ഇന്ന് JD വാൻസിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, രണ്ട് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണെന്നുള്ളത് മറക്കുന്നില്ലെന്ന് JD വാൻസ് എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇന്ത്യ അമേരിക്ക ഹോട്ട് ലൈൻ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നതും അജിത് ഡോവലും മാർക്കോ റൂബിയോ പോലെയുള്ള ഉന്നത തലത്തിലുള്ള നിരന്തരമായിട്ടുള്ള ഈ ഫോൺ സമ്പർക്കങ്ങളിലൂടെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നതും ഇന്റലിജൻസ് വിവരങ്ങൾ പരസ്പരം കൈമാറുന്നതുമൊക്കെ. ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഈ ഭീകരവാദത്തിനെതിരെയുള്ള യുദ്ധത്തിൽ അമേരിക്ക ഇന്ത്യക്കൊപ്പം തന്നെ എത്തുന്ന ഒരു നിമിഷം അത് ഇന്നാകാം, നാളെയാകാം, എപ്പോഴും ആകാം. പക്ഷേ ഇപ്പോൾ മുൻ സൈനിക ഉദ്യോഗസ്ഥരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന ചില വിലയിരുത്തലുകൾ റഷ്യയുമായി ഇന്ത്യക്കുള്ള അടുപ്പം ഇതിൽ വളരെ നിർണായകമാണ്. ആ ഒരു പഴയകാല ഒരു ബന്ധവും തന്നെയുമല്ല അമേരിക്കയുടെ അഫ്ഗാൻ യുദ്ധ സമയത്തെ ഒരു പ്രാദേശിക സഖ്യകക്ഷിയായിട്ട് പാകിസ്ഥാൻ നിലകൊണ്ടിരുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ JD വാൻസ് പറയുന്നത് രണ്ട് രാജ്യങ്ങളോടും ആയുധം താഴെ വയ്ക്കാനാണ് പറയുന്നത്. പക്ഷേ അമേരിക്ക എപ്പോൾ ഇതിൽ ഇടപെടണം, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞതുപോലെ സഹായം രണ്ട് രാജ്യങ്ങൾക്കും ഒരുപോലെയാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഏത് സമയത്താണ് അത് ഇന്ത്യയുടെ ഭാഗത്തേക്ക് ചായാൻ സാധ്യതയുള്ളതെന്ന് നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു. മധു കൊട്ടാരക്കര അമേരിക്കയിൽ നിന്ന് ചേരുകയായിരുന്നു. KR ഗോപികൃഷ്ണനും മധു കൊട്ടാരക്കരയും. ഗോപികൃഷ്ണൻ ഇപ്പോൾ ഒരു അമേരിക്കൻ പര്യടനത്തിലാണെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ.